കൊച്ചേ അമ്മ ഒരു കഥ പറഞ്ഞിടാ. പറഞ്ഞു. ഒരു സ്ഥലത്തുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നേ. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. ഒരുപാട് അന്വേഷിച്ചു, ഒത്തിരി അന്വേഷിച്ച് നടന്നെങ്കിലും ജോലി കിട്ടിയില്ല. അങ്ങനെ അവൻ വിഷമിച്ച് ക്ഷീണിച്ച് തളർന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വയോധികനായ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തോട്ട് വന്നു. ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് അയാളുടെ കയ്യിലാണെങ്കിൽ 3 വലിയ ഭാണ്ഡക്കെട്ടുകളും കൊണ്ടാണ് വരുന്നത്. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു, മോനെ, ഞാൻ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലേക്ക് പോകാനുള്ളതാണ്. ഈ ഭാണ്ഡക്കെട്ടുകളിൽ ഒന്ന് എടുത്തുകൊണ്ട് എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. സഹായിക്കുവാണെങ്കിൽ ഞാൻ നിനക്ക് 3 ഗോൾഡ് കോയിൻസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരൻ ആലോചിച്ചപ്പോൾ ശരിയാ, ഭാണ്ഡക്കെട്ടുകൾ വെയിറ്റൊക്കെ ആയിരിക്കും, വലിയ ഭാണ്ഡക്കെട്ടാണ്. ഈ അപ്പൂപ്പനാണെങ്കിൽ ഭാണ്ഡക്കെട്ടുകൾ ഇങ്ങനെ ചുമന്ന് പുറത്തൊക്കെ വെച്ച് ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ചാണ് വരുന്നത്, കൂനിയാണ് വരുന്നത്. മനസ്സിലായി, വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എങ്കിലും 3 ഗോൾഡ് കോയിൻസിനെ ഓർത്തപ്പം ശരി, ആ ഭാണ്ഡക്കെട്ടുകൾ എടുക്കാമെന്ന് ചെറുപ്പക്കാരൻ വിചാരിച്ചു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ആ ഭാണ്ഡക്കെട്ടുകളിലൊന്ന് എടുത്തപ്പോൾ ഈ വയോധികനായ മനുഷ്യൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഈ ഭാണ്ഡക്കെട്ടിനകത്ത് ഉള്ളിൽ ചെമ്പ് കോയിനുകളാണ്, ചെമ്പ് നാണയങ്ങളാണ്. കോയിൻ എന്ന് പറയുന്നത് നിനക്കറിയാലോ അല്ലേ, നാണയങ്ങളാണ്. അപ്പോൾ ചെമ്പ് നാണയങ്ങൾ എടുത്തുകൊണ്ട് നീ കടന്നു കളയരുത്, ഈ ഭാണ്ഡക്കെട്ടും കൊണ്ട് നീ കടന്നു കളയരുത് എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഏയ് അങ്ങനെ ഞാൻ ചെയ്യില്ല, ഞാൻ എന്നെ വിശ്വസിക്കും, ഞാനൊരു അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരിയാന്ന് ആയിക്കോട്ടെ, നീ എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ കെട്ടും ചുമന്ന് ഈ വയോധികനായ മനുഷ്യൻ 2 കെട്ടും തോളത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുക. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ആറുണ്ട്, ആറ് കിടക്കണം. ആറ് കിടക്കാനായിട്ട് ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, ആ കെട്ടും എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോൾ ഈ വയോധികനായ മനുഷ്യൻ ആറിൻ്റെ തീരത്ത് തന്നെ നിൽക്കുക. അപ്പോൾ പറഞ്ഞ്, വരുന്നില്ലെന്ന് ചോദിച്ചു. പറഞ്ഞ്, വരാം, പക്ഷേ എനിക്ക് ഈ 2 കെട്ടും കൊണ്ട് ഈ ആറ് കിടക്കാൻ പ്രയാസമാണ്, ഞാൻ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനല്ലേ, എനിക്ക് പറ്റുന്നില്ല. മോനൊരു കാര്യം ചെയ്യാവോ, മോന് ഇതിനകത്ത് ഒരു കെട്ടും കൂടി എടുത്ത് മോൻ്റെ തോളത്തൊന്ന് വയ്ക്കാവോ, അങ്ങനെയാണെങ്കിൽ മോന് ഞാൻ 3 ഗോൾഡ് കോയിൻസും കൂടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരൻ വിചാരിച്ചു, വെയിറ്റാ, എന്നാലും വേണ്ടില്ല, ഇപ്പോൾ 3 6 ഗോൾഡ് കോയിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ മാസത്തെ ചിലവിനും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ഉള്ള പൈസ ഇതിനകത്ത് നിന്ന് കിട്ടും. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ചെറുപ്പക്കാരൻ ആ മറ്റേ 2ാമത്തെ ഭാണ്ഡക്കെട്ടും കൂടി ചുമലിലേറ്റി. അങ്ങനെ നടക്കുമ്പോൾ ഈ വയോധികനായ മനുഷ്യൻ പറഞ്ഞു, ഒരു കാര്യമുണ്ടേ, നീ ആ ഭാണ്ഡക്കെട്ട് കൊണ്ട് കടന്നു കളയരുത്, അതിനകത്ത് സിൽവർ കോയിനുകളാണ് നിറയുള്ളത്, അതുകൊണ്ട് നീ കടന്നു കളയെന്ന് വിചാരിക്കരുത്, എന്നെ പറ്റിച്ചിട്ട് പോരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ അങ്ങനെയുള്ള മനുഷ്യനല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അപ്പോൾ ഈ ചെറുപ്പക്കാരനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വയോധികൻ ആ ചെറുപ്പക്കാരനെ നല്ലപോലെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഭാണ്ഡക്കെട്ടുകളുമായി 2 പേരും കൂടി പുഴ കടന്ന് അപ്പുറം കടന്നു. പിന്നെയും അവർ നടന്ന് കുറേ ദൂരം കൂടി ചെന്നപ്പോൾ വലിയൊരു കുന്നിൻ്റെ അടിവാരത്തെത്തി അവർക്ക് ആ കുന്ന് കയറി അതിനപ്പുറം കടന്നിട്ട് വേണം അടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ ആ വയോധികനായ മനുഷ്യൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, എനിക്ക് ഈ ഭാണ്ഡക്കെട്ട് എനിക്ക് ഭാരമാണ്, എനിക്ക് ഈ കുന്ന് നടന്ന് കയറാൻ പറ്റില്ല, മോനൊരു കാര്യം ചെയ്യാമോ, ഈ ഒരു ഭാണ്ഡക്കെട്ടും കൂടി ചുമലിലേറ്റി അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവിടാമോ എന്ന് ചോദിച്ചു. ഞാൻ നിനക്ക് 5 ഗോൾഡ് കോയിൻസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരൻ വളരെയധികം സന്തോഷമായി. നേരത്തെ ആദ്യം 3 തരാമെന്ന് പറഞ്ഞ് പിന്നെ ഒന്നുകൂടെ 3 തരാമെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം 5 ഗോൾഡ് കോയിൻസ് ഈ വയോധികനായ മനുഷ്യൻ അവന് ഓഫർ ചെയ്തു. വളരെ സന്തോഷം തോന്നി. ഓക്കെ, ഞാൻ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വയോധികനായ മനുഷ്യൻ പറഞ്ഞു, പക്ഷേ ഒരു കാര്യമുണ്ട്, നീ എന്നെ പറ്റിച്ചിട്ട് കടന്നു കളയരുത്, ഈ ഭാണ്ഡക്കെട്ടിൽ നിറയെ സ്വർണ്ണ കോയിനുകളാണ്, അപ്പോൾ ഇതെടുത്തുകൊണ്ട് പോകാമെന്ന് നീ വിചാരിക്കരുത്, എനിക്ക് നിൻ്റെ പുറകെ ഓടിയെത്താനോ നിന്നെ പിടിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, എപ്പോഴത്തെയും പോലെ അവൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഒരിക്കലും ഞാനങ്ങനെ നിങ്ങളെ പറ്റിച്ചിട്ട് കടന്നു പോവില്ല, ഞാൻ നിങ്ങളെ അപ്പുറത്ത് കൊണ്ടെത്തിക്കും, നിങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളും എല്ലാം സേഫായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുവെങ്കിലും ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്തയുണ്ടായി, ഈ ഗോൾഡ് കോയിൻസും സിൽവർ കോയിൻസും അതുപോലെ ചെമ്പ് നാണയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് സുഭിക്ഷമായി ജീവിക്കാം, എനിക്കും എൻ്റെ കുടുംബത്തിനും സുഭിക്ഷമായി ജീവിക്കാനുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും, അതുമാത്രമല്ല ഇനി ഒരിക്കലും ഒരു ജോലി തേടി ഞാൻ അലയേണ്ടി വരികയില്ല എന്നുള്ളൊരു ചിന്ത ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ, ആ ഭാണ്ഡക്കെട്ടുകൾ 3 ഏറ്റി
പെട്ടെന്ന് കുന്ന് കയറി അവിടെ നിന്ന് ഇറങ്ങി വളരെ സ്പീഡിൽ അവിടെ നിന്ന് ഓടി. ആ ചെറുപ്പക്കാരൻ ഓടി 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 അവസാനം അവൻ്റെ വീട്ടിൽ ചെന്നെത്തി. അപ്പോൾ വയോധികനായ മനുഷ്യൻ പുറകെ നിന്ന് വിളിച്ചിട്ടൊന്നും അവൻ നിന്നില്ലായിരുന്നു. ഇവൻ വീട്ടിൽ ചെന്നു, വാതിലെല്ലാം അടച്ചു സേഫാക്കി. എന്നിട്ട് പെട്ടെന്ന് ഈ ഭാണ്ഡക്കെട്ടുകൾ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് നിറയെ കല്ലുകളായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് നിറയെ കല്ലുകളായിരുന്നു. ഈ ചെറുപ്പക്കാരന് വളരെയധികം സങ്കടം തോന്നി. അയ്യോ, ഇതിൻ്റെ അകത്ത് നിറയെ കല്ലുകളാണല്ലോ, ഈ വയോധികനായ മനുഷ്യൻ എന്നെ പറ്റിച്ചതാണോ എന്ന് തോന്നി. അവനെങ്ങനെ എങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ കാണുമായിരിക്കുമെന്ന് പറഞ്ഞ് ആ ഭാണ്ഡക്കെട്ടുകൾ മുഴുവൻ കല്ലെല്ലാം ഇങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ അടിയിലെത്തിയപ്പോൾ അതിൻ്റെ അകത്തൊരു കത്തിരിക്കുക. ഈ ചെറുപ്പക്കാരൻ ആ കത്തെടുത്ത് വായിച്ചു. ആ കത്തിൽ ഇപ്രകാരം എഴുതിയേക്കുക: മോനെ, ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്. എനിക്ക് മക്കളില്ല. എനിക്ക് പിൻഗാമിയായിട്ട് ഒരാളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വസ്തനായ ഒരാളെ വേണം എൻ്റെ രാജ്യം ഏൽപ്പിക്കാനായിട്ട്. ഞാൻ നിന്നെ അത് ഏൽപ്പിക്കാനായിട്ട് നിന്നെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 ഭാണ്ഡക്കെട്ടുകൾ തന്ന് നിന്നെ പരീക്ഷിച്ചത്. പക്ഷേ ആ പരീക്ഷണത്തിൽ നീ തോറ്റുപോയി. ഇനി നിന്നെ എൻ്റെ പൂർവികനായിട്ട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ നിന്നെ എൻ്റെ പിൻഗാമിയായിട്ട് സ്വീകരിക്കാനോ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ വളരെയധികം ദുഃഖിച്ചു. അപ്പോഴാണ് തനിക്ക് പറ്റിയ വലിയ ആ മണ്ടത്തരം ആ ചെറുപ്പക്കാരൻ ഓർമ്മ വന്നു. ഭയങ്കര നിലവിളിയും കരച്ചിലായിരുന്നു. അയ്യോ, എൻ്റെ ചെറിയൊരു അബദ്ധമായൊരു ചിന്ത കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ രാജ്യം തന്നെ, എത്ര വലിയൊരു നന്മ എൻ്റെ ജീവിതത്തിലുണ്ടാകുമായിരുന്നു, അതാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ഓർത്ത് ആ ചെറുപ്പക്കാരൻ വളരെയധികം ദുഃഖിതനായി കരഞ്ഞു. പക്ഷേ ഒരിക്കലും ആ രാജാവിൻ്റെ അടുത്തോട്ട് പിന്നെ ചെല്ലാനോ അല്ലെങ്കിൽ പറ്റിപ്പോയി എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ, രാജാവിൻ്റെ അടുത്തല്ലേ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു നിമിഷത്തെ തെറ്റായ ഒരു ചിന്ത കൊണ്ട് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിയപ്പെട്ടു. കൃത്യമായ ഒരു തീരുമാനം ആ സമയത്ത് അവൻ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനൊരിക്കലും അങ്ങനെ ആവില്ല. അവന് ആ രാജ്യത്തിൻ്റെ പിന്നത്തെ രാജാവായി മാറിയേനെ. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള എന്താണെന്നറിയോ? നമ്മുടെ ശരിയായ തീരുമാനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടേ ഗുണമുണ്ടാവുള്ളൂ. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം നമ്മുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും.